വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും വൈദ്യു അടി കിട്ടിയാൽ കോടുക്കുള്ളിൽ കിടന്നുറങ്ങും വൈദ്യു. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പോ കൊമ്പങ്ങാട് തറവാട്ടിന്ന് കൊച്ചിയും ഞാനും വന്നിക്കണു. നിങ്ങൾക്കൊക്കെ സന്തോഷല്ലേ? ഞങ്ങൾക്കും നല്ല സന്തോഷാണ്. അപ്പോ ആദ്യമായിട്ട് കുമ്പങ്ങാട് തറവാട്ടില് മൂത്ത ആളല്ലേ സംസാരിക്കണ്ടേ അല്ലേ? അപ്പൊ കൊച്ചേ ഒരു 2 വാക്ക് സംസാരിച്ചു. ഹലോ, എൻ്റെ കഴിഞ്ഞു കഴിഞ്ഞു. മതിയായി. വാലേക്കും സലാറായി. ഒരു നീട്ടിയ സ്ഥലം ഏറ്. ആ കൊമ്പങ്ങാട് പോയ. അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തായാലും MISM UP സ്കൂളിന്റെ ഇനാഗ്രേഷൻ അല്ല, 42ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഏതൊരു മിമിക്രി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മള് സിനിമാ തിയേറ്ററിലൊക്കെ നിങ്ങൾ പോകാറുണ്ടോ? അവിടെ കാണാം പടം തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ഒരു പരസ്യം വരുന്നത്. അപ്പൊ ആ ഡയലോഗ് കൂടി സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ അല്ലേ? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിലയിടത്ത് പുക, ചിലയിടത്ത് ചാരം. നമ്മുടെ നാടിനിതെന്തു പറ്റി? വലിയ വില കൊടുക്കേണ്ടി വരും. താങ്ക് യു. ഫസ്റ്റൊക്കെ അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാന് അല്ലേ? അടുത്തതായിട്ട് പഴയകാല സിനിമയിലെ ഉലക നായകൻ കമലഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതെ, അരിയക്കുട്ടിയോ? അരികുട്ടി അല്ല, കമലഹാസൻ. ആ കുട്ടിയാ പറഞ്ഞത്. തൈലെടുത്തോ? അപ്പോ അദ്ദേഹം കൺമണി അൻപോട് കാതലൻ എന്ന് പറഞ്ഞൊരു പാട്ടുപാടിയുണ്ട്. കേട്ടിട്ടുണ്ടോ? എല്ലാരും കേട്ടിട്ടുണ്ടോ? അതിന്റെ മുന്നേ 2-3 ഡയലോഗുകൾ മൂപ്പര് പറയും കമലഹാസൻ. ആ സൗണ്ട് ആയാലോ? ഓക്കെ അല്ലേ? കൺമണി அன்போட காதலன் நான் எழுதும் கடிதமே இல்லை, கடிதமேன்னு இருக்கட்டும். எனக்கு என்ன காயம் இருந்தாலும் என் உடம்பு தாங்குமா? தாங்காத அபிராமி. மனித உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. താങ്ക് യു. അടുത്തതായിട്ട് MIT മൂസ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അതിലുണ്ട് ഒരു പാത്തു എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അതിന്റെ വോയിസ് ആയാലോ? അതറിയാത്ത ആരുണ്ടാവില്ലേക്കോ? ഓരെല്ലാരും തയ്യാറായി നിൽക്കാണ്. കണ്ടോ? ആണോ? ആ, എടുക്കട്ടെ. മീൻകാരൻ മൂസ ഇന്നെ കിട്ടിയതിന്റെ സമ്മതം ഉണ്ടായിട്ടോ? ഇന്നേക്ക് ദുർഗാഷ്ടമി. അന്നെ നമ്മള് കൊന്ന് അന്റെ രക്തത്തെ നമ്മള് കുടിച്ച് ഓങ്കാല നടന് മാടും അവന്റെ മൂസക്കായേ മാണ്ടാന്നൊന്നും പറയല്ലേ. ചെടിച്ച കുത്തിരിക്കൊണ്ട്. താങ്ക് യു. അടുത്തതായിട്ട് അയ്യപ്പനും കോശി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടോ? അതിലുണ്ട് പാലക്കാട് ശൈലിയിൽ ഒരു അമ്മച്ചി പാട്ട് പാടിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? അപ്പൊ ആ അമ്മച്ചിന്റെ ഡയലോഗായാലോ? അങ്ങനെയാണെങ്കിൽ കൊമ്പങ്ങാട് പോയ അമ്മാച്ചിനോട് എന്തേലൊക്കെ ഒരു 2 വാക്ക് ചോദിക്കുക, അതിന്റെ ഉത്തരം അമ്മച്ചി തരും. അസ്സലാമു അലൈക്കും. അമ്മച്ചിനോടോ? അമ്മച്ചിക്ക് കൊമ്പങ്ങാട് പോയാരാന്നറിയോ? ഇല്ല മോനെ. ആ മുടി പൂക്കുറ്റി മാറി കെട്ടിയ കുഞ്ഞാപ്പ് ആരാന്നറിയോ? ഇല്ല, എനിക്കറിയില്ല. ഈ പാട്ട് ഏത് പടത്തിലെന്നറിയോ? എന്റെയാണോ? இல்ல மனே, எங்களுக்கு பாட்டுன்னா ரொம்ப பிடிக்கும். நான் அந்த பாட்டு பாடி தராவே. கலங்காத்தா சந்தன மேர மதுவாக புத்திருக்கோ, பூ பறிக்கா போகிய மதுனே நாத்த மக்கில போ. தானானே தானி நானே தானானே தானினே தானானே தானி நானே தானானே தானினே. താങ്ക് യു. അത്ത ഇവിടുത്തെ കയ്യാടി അത്ര പോരട്ടോ. ഒന്ന് കയ്യടിച്ചാൽ. അടുത്തതായിട്ട് നമ്മള് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതിലുണ്ട്
പോലീസ് സ്റ്റേഷനിക്ക് തന്നെ 2 ചേച്ചിമാര് കണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കണ്ടോ തന്നെ? ആ, അപ്പോ പോലീസ് സ്റ്റേഷനിക്ക് തന്നെ ചേച്ചിമാരുണ്ട്. അപ്പൊ അതിന്റെ സൗണ്ട് ആയാലും ഒരാളത് കറക്റ്റാണ്. കൈ അടിച്ചൂലേ? ഞാൻ പറഞ്ഞോളാം. മറ്റേ ഞാൻ പറഞ്ഞില്ല. തുടങ്ങല്ലേ? കനകാപുരം ഞങ്ങൾ അയൽവരത്താരനാണ് സാറേ. അവനെപ്പം നോക്കിയാലും കുളിക്കണം. കുളിക്കുമ്പോ തുണിമണി ഇല്ലാതാണ് സാറേ കുളിക്കാറ്. തുണിമണി ഇല്ലെങ്കിൽ അങ്ങോട്ട് നോക്കാതിരുന്നാ പോരെ? നോക്കാതിരുന്ന ശൂശു ഒന്ന് വിളിക്കും സാറേ. ഷൂഷു എന്ന് വിളിച്ചാൽ നോക്കിപ്പോയില്ല. ഇവന് കാണാൻ എങ്ങനെയാണ്? കാണാനും പൊക്കം കുറഞ്ഞ് കറുത്തിരുണ്ട് ഒരു മാക്കാച്ചി തലേനെ പോലെ അല്ലടി. ഒരു മാക്കാച്ചി തലേനെ പോലെ ഇരിക്കണവനാണ് സാറേ. സാറിന്റെ പേര് മിനിന്നല്ലേ? പെണ്ണുങ്ങളെ പേരാണല്ലോ സാറേ. ഒന്ന് പോ സാറേ. താങ്ക് യു. അടുത്തതായിട്ട് എന്താണ് പാടിയിട്ട് പോകുള്ളൂ. നിങ്ങളോട് നേരത്തെ ഡാൻസ് വേണോ വെച്ചപ്പോ തരണേ, മിമിക്രി വേണോ വെച്ചപ്പോ തരണേ, എന്നിട്ട് ഇന്നത്തെ കച്ചട്ടെ. ഇനോ അവസാനമായിട്ട് അടി കൊയിഞ്ഞില്ലേ? നീ അടിയില്ല പറഞ്ഞോ. അവസാനമായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ഇത് ഉത്തരം പറയണം. സ്റ്റേജിലേക്ക് കള്ളു കുടിച്ച് വരുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് ഉണ്ട്. ആരാ? ഞാനല്ല. പണ്ട് കാലത്ത് സ്റ്റേജിലേക്ക് കള്ളു കുടിച്ച് വരുന്ന കോമഡി സ്കിറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. ആരാ? അയ്യപ്പ ബൈജു. കണ്ടോ? അയ്യപ്പ ബൈജുവിന്റെ കോമഡി കണ്ടോ? അയാളെ വോയിസ് ആയാലോ? ഉണ്ടായിക്കോട്ടെ. നേരത്തെ അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഇന്റെ ഇപ്പൊ വേറെയും സംസാരിച്ചേ. ഹലോ ഹലോ ധൈര്യം പറഞ്ഞോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂപ്പരെ നടത്തും. ആ ഡയലോഗ് ആയ കൈയടിക്കോ? ഉറപ്പാ? റെഡി? അപ്പൊ അയ്യപ്പൻ ബൈജു കേട്ടോ. വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു. അടികിട്ടിയാൽ കോടുക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പു ബൈജു, അയ്യപ്പു ബൈജു. നോട്ട് ദ പോയിന്റ്. താങ്ക് യു. അതാ ഞാൻ ആലോചിച്ചത്. സ്റ്റേജിൽ കള്ളുടിച്ച് വരുന്ന ആളാലോചിച്ചപ്പോ കുഞ്ഞാപ്പൂന്ന്. ആരാ അത് പറഞ്ഞേ? അത് സുടകനാണ്, ഞാനല്ല. വയറും തൊട്ട് കരണ്ടും ഉണ്ട്. അപ്പോ തച്ചിട്ട് ഫേമസ് ആയ മനുഷ്യന്മാര് ലോകത്തുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ഉണ്ടാവില്ല. അത് നമ്മൾ ഈ ഏരിയയിലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇടക്കിടക്ക് ഞാൻ പറഞ്ഞ കൊടുക്കണതും അല്ലേ? ടോമാഞ്ചേരിയിലൊക്കെ തല്ലുണ്ടല്ലോ. ആ തല്ലല്ലല്ലോ ഇത്. ആ തല്ലല്ലത് ഇവരൊന്നും കൊടുത്താലോ? എന്താ എന്റെ ആരാധകര്? നിങ്ങൾക്ക് എന്നെ തല്ലണ ഇഷ്ട തന്നെ? ശരി. ഹലോ, ഏതായാലും ഇത്ര ആൾക്കാർ നോക്കുക. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇത്ര പേരാണ്. ഇത്ര പേര് കാണുക ഒരടി കൊടുക്കണോ? എന്താണോ ഇവനെ കൊടുക്കാൻ? ഇവന്റെ കുറച്ച് ആരാധകരുണ്ട്. ഈ വയസ്സായ വല്യന്മാരുണ്ടല്ലോ, അതിപ്പോ എന്റെ ആൾക്കാർ. അവർക്ക് ഇവനെ തല്ലുന്നത് വലിയ ഇഷ്ടമല്ല. കുറെ ആൾക്കാരുണ്ടാകിന്റെ എന്തിനാ മലേ അതിനെങ്ങനെ തല്ലണോ, കൂത്തങ്ങൾ തൊട്ടാൻ അതിന്റെ ചേലൊക്കെ അങ്ങനെ പറയുന്ന ഒരുപാട് വല്യന്മാരുണ്ട്. അതൊക്കെ ഇന്ന ഇഷ്ടമുള്ളവരാണ്. ഇവരെ തല്ലണം എന്നുള്ളവരൊന്ന് കൈവന്നിച്ചാണ്. എന്താണ് പൂ വിരിഞ്ഞമാര്. അവനവന്റെ പെരിയത്തപ്പന്മാരുടെ അടുത്തുനിന്ന് വാങ്ങിട്ടോ. അല്ല, അത് പറഞ്ഞ കാര്യമില്ല. ഒരു ലൈവായിട്ട് കാണാൻ വേണ്ടി നിൽക്കണേ. ഒന്നാണ് കൊടുത്താലോ? കണ്ടോ, കൊട്ടിക്ക് കോയാട്ടാണ് കൊടുക്കല്ലേ? നമുക്ക് കൊടുക്കാം. ഇത് നേരത്തെ ചോറ് കൊടുക്കണ പോലെയാണല്ലോ. കൊടുക്കല്ലേ അടിയാണ്. വേദന ചെറുതായിട്ട് മെല്ലെ ഉണ്ടാവുള്ളൂ. നമുക്ക് കൊടുക്കണമെന്നില്ല, ഒരു കയ്യടി ഒന്ന് കേൾക്കാം നമുക്ക്. ഈ ഒച്ച ഉണ്ടാവും എന്റെ മുഖത്തും. എനിക്കറിയാം. കൊടുക്കുന്നുള്ളവരുടെ കൂവറൊന്ന് കേൾക്കട്ടെ.
കൂവനും കൈയ്യടി രണ്ടും നല്ല ശക്തിയില്ല. അതാണ്. അപ്പൊ എന്തായാലും നമുക്ക് കൊടുക്കാം, അത് കൊടുക്കാം നമുക്ക്. അപ്പോ സ്കൂളിലൊക്കെ വന്നിട്ട് നമ്മള് സംസാരിക്കാറ്, നമ്മൾ ഈ സ്കൂളിൽ നമ്മൾ പഠിക്കണ കാലത്തൊക്കെ നമുക്കൊരു സ്റ്റേജ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിയായിരുന്നു ഒന്നാമത്. സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമുക്ക് സ്റ്റേജ് കയറാൻ പാട്ടും മിമിക്രി അതേമാതിരി എന്തോ നാടകം അങ്ങനത്തെ പരിപാടിക്കൊക്കെ കയറുന്നല്ലാതെ ഇതേപോലെ നിന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ അതിന് പ്രചോദനം തന്നതും നിങ്ങൾ തന്നെയാണ് അല്ലേ? ഓരോ പ്രോത്സാഹനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിൽക്കൂല ഇത്ര ധൈര്യത്തില്. കണ്ട ആൾക്കാരെ കണ്ട് മുട്ട് പറക്കൂലേ? പിന്നെ അതാണ് സ്റ്റേജിൽ ഒരാൾ കയറിയാണ്ട് സംസാരിച്ചാൽ ധൈര്യമുള്ളവരൊക്കെ ഒന്ന് കച്ചൊന്നിച്ചാണ് വലക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പറയണേ ഒരു വീടിന്റെ എത്തി നോക്കണ്ടേ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു കാര്യം നമ്മൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. സ്കൂളിന്റെ പരിപാടി അതുകൊണ്ട് പ്രത്യേകിച്ച് പറയണേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പഠിച്ചോളി മക്കളെ. സത്യം പറയാം, പഠിക്കാത്തതിന്റെ ഒരു സങ്കടം ഉണ്ടല്ലോ ഇപ്പോ ഇവ അനുഭവിക്കണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ അനുഭവിക്കുന്നുണ്ട്. സത്യം പറയാം, ഞാൻ അടിയുണ്ടാണ്ട് അല്ല എന്റെ പിന്നെ തല്ലോട്ടിക്കാണ് ഇങ്ങനെ പോയാൽ മതി. അതേമാതിരി അല്ലല്ലോ പഠിച്ചാത്തിന്റെ സങ്കടം എനിക്കുണ്ടോ? പഠിപ്പ് ഒരാൾക്കും ഏറിയിട്ടുള്ള കേടുണ്ടാവില്ല. അത് ഞാൻ ഒരു കാര്യം പറട്ടെ, പഠിച്ച് 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 പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചൂല. പക്ഷെ വേറൊന്നുണ്ട്, ഒരു മിനിറ്റ്, പഠിക്കോ അവനവന്റെ സ്വാതന്ത്ര്യം അത് കൊടുത്തിട്ട് എന്റെ കുട്ടി ഒന്ന് പഠിച്ചാണ് കാണട്ടെ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയാ ഒരു ഇരുന്ന അതല്ല എത്രയാണ് ഞാൻ കൊടുത്തിട്ട് ബാക്കിയുള്ള പറയാം. മറ്റേതെന്താ പിന്നെ ശരിയാവില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പഠിക്കാത്തതിന്റെ സങ്കടം എനിക്കുണ്ട്. നമ്മൾ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മളോട് ടീച്ചർമാര് വരും കൊട്ടിയിട്ട് അറിയും ഇതെന്താ ചന്തേ ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ അടങ്ങി നോടി നാളെ നിങ്ങൾ ഇതിനെ അനുഭവിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കേട്ടിക്കണം അങ്ങനത്തെ ഡയലോഗ്? നല്ലോണം. ഇപ്പൊ അത് അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. നല്ലോണം പഠിച്ചോളി. പഠിപ്പിന് യാതൊരു റീൽസുകൾ പിന്നെ കണ്ടാലും കുഴപ്പമില്ല, പഠിപ്പിന് കാര്യത്തിൽ ഉഴപ്പരുത് എന്നുള്ളതാ പറയണത്. ഒരു രക്ഷയില്ല. ഈ സാധനം കുറച്ച് നാളെ നമ്മൾ ആരാവും, എവിടെ എത്തും, എന്തൊക്കെ സംസാരിക്കേണ്ടി വരും, ആരൊക്കെ ഏറ്റ് ഇടപഴകേണ്ടി വരും എന്നുള്ളത് വരെ നമുക്കിപ്പോ അറിയാൻ പറ്റൂല. പക്ഷെ അതാണ് പറഞ്ഞത്, ഒരു മനുഷ്യനായിട്ട് നേരിട്ട് നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കണം എന്നുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സാധനം മസ്റ്റാ, ഒരു രക്ഷയില്ല. അപ്പൊ കാര്യത്തിൽ അപ്പൊ ആ ഒരു സ്കൂളിലായതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു കേട്ടോ. അപ്പോ കൊടുത്താലോ? നമ്മൾ അതൊന്നും നോക്കണ്ടാലോ. എന്റെ മാഷിനോട് പറഞ്ഞു, ഇത് 10 എത്ര പ്ലസ് ഉണ്ട് ചോദിച്ചപ്പോ 2 ഉള്ളു കേട്ടോ. അതിന് ചിരിച്ചൊന്നും വേണ്ട, അത് 2 കിട്ടിയെന്നെ വലിയ. അപ്പോ എനിക്ക് ഈ മാഷിനോട് പറഞ്ഞു പരീക്ഷന്റെ സമയത്ത് ഇതൊന്നും എവിടെ എത്തൂല, എന്നെ കൊണ്ടൊക്കെ ഒരു കാര്യമില്ല. കച്ചറോട് പറഞ്ഞ കാര്യം അല്ലേ, അത് സംഭവം ശരിയാണ്. ഇതൊന്നും എവിടെ എത്തൂല, എന്നെ കൊണ്ടൊന്നും ഇതാവൂല എന്നൊക്കെ പറഞ്ഞു. പോവാൻ നേരത്തെ മാഷിനോട് പറഞ്ഞേ, എനിക്ക് പഠിപ്പിന് കഴിവില്ലെങ്കിലും വേറെ എന്തൊക്കെയോ ഒരു കാര്യത്തിന് എനിക്ക് കഴിവുണ്ട്, അതൊന്നല്ലെങ്കിൽ നാളെ എനിക്ക് ലോകം അറിയട്ടോ എന്നൊരു വാക്കിനോട് പറഞ്ഞു. അത് അയാളെ നാവ് പൊന്നായി. പഠിച്ചോന്റെ പുണ്യം കൊണ്ട് ഇന്നിപ്പോ ഞാൻ പഠിച്ചാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല. +2 വരെ പോയിട്ടുള്ളൂ ഞാൻ. ഇന്ന് ഞാൻ പഠിച്ചാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല, കയറാത്ത പരസ്യങ്ങളില്ല. ശരിയല്ലേ? കണ്ടില്ലേ, ബിരുദം വരെ നേടിയുന്ന ആൾക്കാർ. അതെ. അപ്പൊ ആ മാഷിനോടാണ് ഈ വേദിയിൽ വെച്ച് എനിക്ക് ഒരുപാട് നന്ദി പറയട്ടെ. മാഷിമാരെ ടീച്ചർമാരൊക്കെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കുക. അവര് തരുന്ന പഠിപ്പുകളൊക്കെ നമ്മൾ മണ്ടയിൽ കയറ്റുക. നിങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാരും തല കയറ്റൂലേ? അതാണ് അത് ക്യാമറ പിടിച്ച് നിൽക്കുക അവിടെ. ക്യാമറ പിടിച്ച് നിൽക്കുക, നിങ്ങൾ അടിക്കുന്നത് ഒപ്പാൻ വേണ്ടിട്ട്. ഓക്കെ. എന്തായാലും നമ്മളൊരു വീഡിയോന്റെ ഡയലോഗ് കൂടെ പൊട്ടിച്ച അല്ലേ? അത് അവരോട് ചോദിച്ചോക്കോ, സമ്മതാണോ ചോദിച്ചോക്കോ? സമ്മതാണോ? ഇവരൊക്കെ സമ്മതാണ്. അപ്പൊ കൂടുതൽ നേരം ഇവിടെ കളിക്കാൻ പറ്റില്ല. കണ്ട കുട്ടികളൊക്കെ ഇതാണ്ടോ, ഓരോരുത്തർ കോസ്റ്റ്യൂം ഇട്ട് നിൽക്കാണ്. ഒരുപാട് പരിപാടി ഇതിന് ശേഷം വരാണ്ട്. അപ്പൊ എന്റെ ഒപ്പന ഞാൻ വൈകുന്നത് കാണിച്ചു തരാം. ഓക്കെ, അത് പോട്ടെ. ഇവിടുന്ന് ഇപ്പൊ മണിച്ചിത്രത്തായി തുടങ്ങിയാലോ? തുടങ്ങാം. അയിമന്ന് കൂട്ടിയാ പോലെ. പിന്നെന്താ, നല്ല നമ്മളെ വീഡിയോസ് എല്ലാവരും നിങ്ങൾ കാണണില്ലേ? അപ്പൊ അതിലുണ്ട് ജാൻമണി പറഞ്ഞിട്ടൊരു സംഭവം, കണ്ടിക്കണോ? അപ്പൊ ആ ഡയലോഗോട് കൂടി അടിയായാലോ? യാരത് കൊമ്പങ്കാട് പോയ വാതിലോർക്കെ ഇന്നയ്ക്ക് വെള്ളിയാഴ്ച. അതെന്നെ പറഞ്ഞ വാതിലോർക്കെ ജുമാക്കോകാൻ നേരായി. അന്നെ കൊന്ന് അന്റെ രക്തത്തിൽ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ അമ്മ കുറ്റിപ്പുലിയ സൈനബ് ചാറ്റി നടന്നിട്ടില്ല. പിന്നെ ലജ്ജ് എന്താന്നില്ലേ?
എനിക്ക് പോണം. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് പോണം. ഇത് പോയിക്കോ, നല്ലൊരു കൈയടി അടിച്ചാണ്. പോരെ ഓർക്ക് അതാണ് കിട്ടായിട്ട് എനിക്കേ എന്താ എന്തോ ഒരു കിട്ടിയപ്പോ കിളി പോയതാണ്. മതി. അപ്പോ അസ്സലാമലൈക്കും. അല്ല എല്ലാരും ഉറങ്ങാൻ നോക്കിയാ വേറെ എന്താ നിങ്ങൾക്ക് വേണ്ടേ? പെട്ടെന്ന് പറയും. കുട്ടികളൊക്കെ ഉണ്ടോ ഉറക്കം വന്നിട്ട് നിൽക്കാണ് കോസ്റ്റ്യൂം ഇട്ടിട്ട്. എന്താ പാട്ടോ? പാട്ട് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന കോലത്തിൽ പാടിയിട്ട് നമ്മൾ പോവാ. ലാസ്റ്റ് പാട്ട് മാത്രം മതിയോ? ഡാൻസ് കളിച്ചാലോ? കളിച്ചാലോ? എന്നാ കളി അത് മതിയോ? കഴിഞ്ഞില്ല. എന്റെ അടുത്തേ അടിയോ? അടി ഒന്നും കൊടുത്തില്ലേ? പാട്ട് വെക്കുന്നു പാടുന്നു. എന്റെ അടുത്ത് കൊമ്പകാല തറവാട്ടിൽ നിന്ന് ഇപ്പച്ചുമാരും പാട്ടായാലോ? നിങ്ങൾ കൂടെ പാടോ? ഉറപ്പോ? കൊമ്പകാട് കോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാട്ടണ്, കൊമ്പത്തിരുന്ന് പാട്ടണ്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൈവരിച്ചാണ്. അതാ എന്താ തവളയെന്നോ? തവളി നീർക്കോളുള്ള വീഡിയോസാ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വീഡിയോ ഏതാ? തവളി നീർക്കോലുള്ളതോ? ട്രെയിനൊന്നും കൊടുത്തിട്ടില്ല. നബീബാന്റെ പേര് എവിടെ? എടാ മുത്ത എക്കൊന്ന് കുറച്ച്. ഹലോ ബസ്. ഹലോ പാട്ടായാലോ? അപ്പൊ മാപ്പിളപ്പാട്ടുണ്ട്, മലയാള പാട്ടുണ്ട്, ഹിന്ദി പാട്ടുണ്ട്, ഇംഗ്ലീഷ് പാട്ടുണ്ട്, ഒട്ടുപാട്ടുണ്ട്, ഉറപ്പാട്ടുണ്ട്, ഉറുദു പാട്ടുണ്ട്, നിർത്തിക്കാം. എല്ലാ പാട്ടുണ്ട്.